എനിക്ക് പരിഗണന കിട്ടുന്നിടത്ത് മാത്രമേ ഞാൻ നിൽക്കൂ. എന്റെ ജോലിക്കാരിയാവാനാ അവളെ എനിക്കൊപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചായിപ്പോയി. അമ്മയുടെ മോളുടെ കനിവില് വേണം ഞാൻ ജീവിക്കാൻ. അതില് നല്ലത് ഞാനങ്ങ് ചത്ത കളയുന്നല്ലേ മോള്. വന്നോ? കാണാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഞങ്ങള്. ദേ എത്തിയമ്മയാള്. നീ എന്തൊരു പണിയാടായി കാണിച്ചത്? ആ പെങ്കൊച്ച് വിരുന്നിനായിട്ടല്ലേ നിന്റെ വീട്ടിലേക്ക് വന്നത്? അയ്യോ, ഞാൻ സത്യമല്ല അപ്പച്ചി പറഞ്ഞ. എന്ത് സത്യം? അതുകൊണ്ടെന്താ? ഉണ്ണിയേട്ടനും കരുണേടത്തെയും അടിച്ചു പിരിഞ്ഞു. രണ്ടാളും രണ്ടു വഴിക്കായി. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഉണ്ണിയാണ് നിന്റെ സ്വന്തക്കാരൻ, അല്ലാതെ കണ്ണനുമായിട്ടേ എനിക്കൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളപ്പോ ഉണ്ണിയുടെ ജീവിതം തകരുന്ന പ്രവൃത്തികള് നീ ചെയ്യാൻ പാടുണ്ടോ? അപ്പച്ചി, ഞാൻ ഉണ്ണിയുടെ ജീവിതം തകരാൻ വേണ്ടിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പച്ചി, കണ്ണനും മഹാലക്ഷ്മിയും കൂടി ഇന്നലെ കടയിൽ വന്ന് നെക്ലസ് വാങ്ങിട്ട് പോയി. അത് കരുണയുടെ കഴുത്തി കണ്ടപ്പോ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അവൾക്ക് കൊടുത്താണെന്നാ ഞാൻ കരുതിയത്. അതല്ലാതെ ഉണ്ണി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. ഇനി കരുണയെടുത്ത് തിരിച്ചു വരുമെന്ന് സംശയമോ മേഘേട്ടാ? എടാ, ശരിക്കും പ്രതാപൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതേ കരുണമോളെ തന്നെയാ. അവൾക്കൊരു കൂട്ടായിട്ടാ ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവള് തല ഉയർത്തിപ്പിടിച്ച് കണ്ണനൊപ്പം കമ്പനിയിലേക്ക് പോയി. എന്റെ മരുമോളെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ നിരാശയോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് അടിച്ച് വെളി കളയാനുള്ള ഒരു മാർഗം നോക്കപ്പച്ചി. അവള് ജാതകദോഷമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ജനിച്ചപ്പോഴേ അവളുടെ അച്ഛനങ്ങ് പോയി. അത് അവൾ അത്രയും ഭാഗ്യദോഷിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാ ഞാൻ എന്റെ വഴിക്ക് അവൾ എന്നേക്കുമായി കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ പോവാ. നിങ്ങളും കണ്ണനെ ചൂട് പിടിപ്പിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അതൊന്നും നടക്കും തോന്നുന്നില്ല. അവളെപ്പറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും കള്ളമാണെന്നേ കണ്ണേട്ടം പറയും. ഓരോ ദിവസം കഴിയും തോറും അവരുടെ ബന്ധം അത്രത്തോളം ശക്തമായിക്കൊണ്ടിരിക്കുക. അതാദ്യം മുറിച്ച് മാറ്റിയേ പറ്റൂ. രണ്ടും രണ്ടിടത്തായേ പറ്റൂ. അതുവരെ കരുണ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ അപ്പച്ചി. ഇവിടേക്ക് വന്നാലും കണ്ണൻ അധികാരമുള്ള ഈ വീട്ടില് കരുണ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടില്ല. എന്നും കരുണയും ഉണ്ണിയും തമ്മിലുള്ള വഴക്കിനായിരിക്കും നിങ്ങൾക്കൊക്കെ സാക്ഷിയാകേണ്ടി വരുന്നത്. വീട്ടിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞു. എല്ലാത്തിനും കാരണക്കാരി അവളാകട്ടെ. അങ്ങനെ അവളെ വെറുക്കട്ടെ എല്ലാവരും. ഇതാണ് മഹിക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത ക്യാബിൻ.
ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കണ്ണേട്ടാ. ആവശ്യമുണ്ട്. സ്വന്തം അനിയത്തിക്ക് വേണ്ടി അവളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നല്ലത് ചെയ്തിട്ടും തനിക്ക് കേൾക്കേണ്ടി വരുന്നത് പഴിയും പരാതിയൊക്കെ. തനിക്ക് ചുറ്റിനും നല്ലവരെന്ന് പറയാനായിട്ട് ആരുമില്ല. എന്നും എന്റെ ജീവിതം അങ്ങനെ തന്നെയാ കണ്ണേട്ടാ. വീട്ടിൽ വെച്ച് വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ ഒന്ന് കൊട്ടിയിട്ടാ പോവാ. പിന്നെ കരുണയുടെ അച്ഛന്റെ മുത്തശ്ശിയുടെ കാര്യം പറയണ്ടല്ലോ. അവിടെയൊക്കെ എനിക്ക് തുണയായിട്ട് കണ്ണേട്ടനെ പോലെ ഒരാളുണ്ടായിരുന്നു, എന്റെ അമ്മ. പക്ഷെ അമ്മയുടെ ശബ്ദത്തിന് കണ്ണേട്ടന്റെ ശബ്ദം പോലെ ഗാംഭീര്യമൊന്നുമില്ലായിരുന്നു. അന്ന് എനിക്ക് വേണ്ടി അമ്മ ഒച്ച ഉയർത്തിയാലും അമ്മയുടെ നാവടപ്പിക്കാൻ അച്ഛനും മുത്തശ്ശിക്കൊക്കെ പെട്ടെന്ന് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ കരുണയ്ക്കും. സ്വന്തം അമ്മയ്ക്കും മകളെ പേടിയായിരുന്നു അല്ലേ? പിന്നെ ഒരുപാട്. ഇനിയിപ്പോ തനിക്ക് ചുറ്റിനുള്ള ശത്രുക്കളെ താൻ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് കരുതിയ കമലേശ്വരത്തെ പയ്യൻ കല്യാണം കഴിച്ചതിന്റെ ഭയവും ആശങ്കയൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്റെ രണ്ടാനമ്മയ്ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും. ഞാനാരും തള്ളിക്കളയില്ല മഹി. പക്ഷേ എന്നെ സ്നേഹിക്കാത്തവർക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു സിമ്പതി ഉണ്ടാവില്ല. പിന്നെ ഇന്ന് നല്ലൊരു കാര്യം ചെയ്തതിന്റെ പേരില് താൻ ഒരുപാട് വേദനിച്ചില്ലേ? അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇവിടെ ഇരുത്താനാണ് എന്റെ തീരുമാനം. നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ PS അല്ലേ, അപ്പൊ അത് വെക്കുന്നതിൽ എന്താ തെറ്റ്? ആ വാ, താൻ ഇങ്ങോട്ടിരുന്നേ. ഇരിക്കടോ. ആ ചിരിക്കൊരു ആത്മാർത്ഥത ഇല്ലല്ലോ. ഉണ്ണിക്കൊപ്പം കരുണ വീട്ടിലേക്ക് പോയിരിക്കുക. ഇനിയിപ്പോ അവിടെ എന്തൊക്കെയാണാവോ നടക്കുക? അത് വിട്ടുകള മഹി. അവൾ അത്രയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. താൻ അവളുടെ സ്വന്തം ചേച്ചിയാ. ചേച്ചി അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചെറിയൊരു കള്ളം നമ്മൾ പറഞ്ഞു. അത് പിടിക്കപ്പെട്ടത് സത്യങ്ങൾ മാത്രം പറയുന്നവര് കള്ളം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തോണ്ടാ. ഇനിയെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എന്തൊക്കെ നമ്മള് താൻ തന്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും ചേച്ചിയെ മനസ്സിലാക്കില്ല. അവിടെ നമ്മൾ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കി ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഇനി എന്റെ ആബ്സൻസിൽ ഈ കമ്പനി നോക്കേണ്ടത് മഹിയാണ്. അവിടെ ചിലപ്പോ ഉണ്ണിയും പിന്നെ മേഘനും ഒക്കെ ഓരോരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തന്നെ ആശ്രയിക്കേണ്ടി വരും. അത്രയൊക്കെ വേണോ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞതൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അപ്പൊ പിന്നെ താൻ തന്റെ ഡ്യൂട്ടി തുടങ്ങിക്കോ. ഞാൻ എന്റെ ക്യാബിനിലേക്ക് പോവാ. കണ്ണേട്ടൻ പറയുന്നത് സത്യമല്ലേ? അവൾക്ക് എന്ത് നല്ല ജീവിതമാണ് കിട്ടിയത്. എന്നിട്ടും എന്താ അവളിങ്ങനെ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാഗർ, എന്താ സാറേ? ഇന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. സാറെന്താ അങ്ങനെ പറഞ്ഞേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ തനിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട് അല്ലേടോ? അതെ. അതെ. എന്നാ കേട്ടോ, ഇത് ഞാൻ മേടിച്ചതല്ല. ഇതേ ലക്ഷ്മി മാഡത്തിന്റെ പ്രസന്റാ. ഇന്നലെ മേഡം ഒന്നിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് പോയപ്പോ മേഡം എനിക്ക് 1-2 ഡ്രസ്സ് വാങ്ങിച്ചു തന്നായിരുന്നു. അതായത് മേഡത്തിനും കണ്ണൻ സാറിനും ഒക്കെ സാഗറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. അതെ അതെ, കണ്ണൻ സാർ അത്ര പെട്ടെന്നൊന്നും ആരെ അടുപ്പിക്കുന്ന കൂട്ടത്തിലല്ല. ഇതിപ്പോ കണ്ണൻ സാർ മാത്രമല്ലല്ലോ, ലക്ഷ്മി മേഡവും എന്തിനും ഏതിനും സാഗറിനെ ആണല്ലോ വിളിക്കുന്നത്. അല്ല, മേഡം വന്നു. വന്നെന്ന് മാത്രമല്ല, മേഡം ഇന്ന് മേഡത്തിന്റെ ക്യാബിനിലാ. അതെ, മേഡത്തിനും പുതിയൊരു ക്യാബിൻ സെറ്റ് ചെയ്യാൻ കണ്ണൻ സാർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാർ ഇല്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മേഡത്തിനാ. അതേതായാലും നല്ല കാര്യമാണ്. ഞാൻ ഏതായാലും ഒന്ന് മേഡത്തെ കണ്ടിട്ട് വരട്ടെ. ഓക്കെ?
ഇതൊന്ന് വെച്ചേ. ഓക്കെ സാർ. ആ ശരിയെ. എന്റെ ലച്ചുവിന് ഒരു ക്യാബിൻ കിട്ടി. ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ് ഇവിടേക്ക് കയറി വരാം. മാഡം. ആ സാഗർ എത്തിയോ? വാ ഇരിക്കു സാഗർ. അല്ല, എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? എന്തു തോന്നാൻ? അത് കൊള്ളാം. ഈ ഡ്രസ്സിലേക്കൊന്ന് നോക്കിയേ. ഓ, പറഞ്ഞതുപോലെ ഇത് ഞാനാണല്ലോ സാഗറിന് സെലക്ട് ചെയ്ത് തന്നത്. സെലക്ട് ചെയ്തത് മാത്രമല്ല, എനിക്കിത് പണം മുടക്കി വാങ്ങി തന്നതും മേഡോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇന്നലെ ഇട്ടതാണോ ഇതാണോ മെച്ചമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. അതെ, ദേ ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മാനേജർ ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു അടിപൊളി ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നതെന്ന്. അതൊക്കെ അവർ നോട്ട് ചെയ്തെന്ന് വേണം പറയാൻ. മാഡത്തിന്റെ സെലക്ഷൻ അപാരം തന്നെയാ. അതിനെന്താ, ഇനി സാഗർ ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്നെ വിളിച്ചോ, ഞാൻ സാഗറിന് പറ്റിയ ഡ്രസ് എടുത്തു തരാം. ഞാൻ വിളിക്കും. ഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കാനും. എന്താ സാഗർ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കൊള്ളാലോ. മുൻവശത്തെ ഓഫീസിൽ ചെന്നപ്പോ പറഞ്ഞു ഒറ്റയ്ക്കൊരു മുറിയൊക്കെ കിട്ടിയെന്ന്. മഹാലക്ഷ്മി PS. കൊള്ളാം. IPS ഓഫീസറുടെ പവറിലൊക്കെയാണല്ലോ നിൽക്കുന്നേ. സർ, അന്നത്തെ പോലെ ഇവിടെ വന്ന് മേഡത്തെ വെറുതെ ആക്ഷേപിക്കരുത്. നീ അന്ന് ഞാൻ വന്നപ്പോഴും തടസ്സം പിടിക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ. ഒറ്റയ്ക്കൊരു ക്യാബിൻ വേണമെന്ന് ഇവള് വാശി പിടിച്ചത് നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനാണോടാ? പറ, അങ്ങനെ പറ. ഇവളുടെ മനസ്സിലും അത്തരം ചിന്തകൾ പൊട്ടിമുളയ്ക്കട്ടെ. എന്താടാ നീ ഒന്നും പറയാത്തെ? കേട്ടത് സത്യമാണെന്ന് തോന്നിയതുകൊണ്ടാണോ മറുപടി പറയാത്തെ? സാറിനെ പോലുള്ള ആൾക്കാർക്കുള്ള മറുപടി എന്റെ പക്കലില്ല സാർ. കൊള്ളാടി, നീയും കൊള്ളാം, ഈ ക്യാബിനും കൊള്ളാം. ഇതോ അങ്ങോട്ട് പോയില്ലേ, അവനും കൊള്ളാം, എല്ലാം കൊള്ളാം. കൊള്ളാത്തത് നിന്റെ കെട്ടിയോനാടി. എന്റെ കണ്ണേട്ടൻ ആരെക്കാളും മുകളിലാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത്. സാഗർ എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെ. അതുകൊണ്ടല്ലേ പറഞ്ഞേ കൂടെ കൂട്ടിക്കൊള്ളാൻ. അച്ഛാ, വീടിനകത്ത് ഇതുപോലുള്ള സംസാരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കരുണയുടെയും എന്റെ അമ്മായിയമ്മയുടെയും നാത്തൂന്റെ ഒക്കെ വായിന്ന്. അതിന്റെ കൂടെ ഇനി മനഃപൂർവ്വമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ അച്ഛനും കൂടി ഇങ്ങോട്ട് വരരുത്. വന്നാ നീ എന്ത് ചെയ്യൂടി? ചോദിച്ചിട്ടില്ലേ നീ എന്ത് ചെയ്യുമെന്ന്? ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ എന്നെ ചില ഉത്തരവാദിത്തങ്ങൾ എന്റെ ഭർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് വെറുതെ ചൂടാവണ്ട. ചൂടായ നീ എന്ത് ചെയ്യും? എടി, എന്റെ മോള് മരുമോടൊപ്പം വീട്ടിലെത്തി. അവളെ സ്നേഹിക്കാന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച നീയോ കമലേശ്വരത്ത്? എടി, നിനക്കറിയാലോ എന്റെ മോളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീണ അത് സഹിക്കുന്നവനല്ല ഞാൻ. ആ മോളുടെ കരച്ചിൽ കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നേ. എടി, അവളുടെ താലി അർത്തിട്ട് നീ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ മാത്രമല്ല, അധികാരം മുഴുവൻ നീ ഇങ്ങനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക.
എന്റെ വീട്ടിൽ വെച്ച് നീ അവളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഇല്ല. അത് നിനക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവിടെ ആവുമ്പോ കണ്ണന്റെ തണലിൽ നിനക്ക് അഹങ്കരിക്കാലോ. എനിക്കൊരു അഹങ്കാരം ഇല്ലച്ചാ. ഇല്ലേ? പിന്നെ എന്തിനാണ് നീ വാങ്ങിയ നെക്ലസ് നിന്റെ ഭർത്താവിന്റെ കൈ കൊടുത്ത് അത് ഉണ്ണി വാങ്ങിയതാണെന്ന് പറയണമെന്ന് പറഞ്ഞത്? കല്യാണത്തിന് മുൻപും അതിനുശേഷവും എനിക്ക് വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. ഓ, അതിലവൾക്ക് നല്ല അമർഷമുണ്ടെന്ന് അവളെ അറിയാവുന്ന എനിക്ക് നന്നായിട്ടറിയാം. അത് പരിഹരിക്കാൻ വേണ്ടിയാ ഉണ്ണിയോട് അവൾക്ക് എന്തേലും നീരസം ഉണ്ടെങ്കിൽ അതും മാറ്റാൻ വേണ്ടിയാ വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലസ് വാങ്ങി കണ്ണേട്ടൻ ഉണ്ണിയുടെ കൈ കൊടുത്തത്. നിന്റെ ഭിക്ഷ വാങ്ങാനാണോടി എന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടെ? നല്ലതിന് വേണ്ടി ചെയ്തതാ അച്ഛാ. അതിങ്ങനെയൊക്കെ ആവുന്ന കരുതിയില്ല. അതെ, നല്ലതിനു വേണ്ടി തന്നെയാ 2 കല്യാണവും ഞാൻ ഒരുമിച്ച് നടത്തിയത്. പക്ഷേ എന്റെ മോളുടെ ജീവിതത്തിൽ അതിനുശേഷം നല്ലതൊന്നും ഉണ്ടായിട്ടില്ല. ഈ കല്യാണം കൊണ്ട് നേട്ടം ഉണ്ടായത് നിനക്ക് മാത്രമാണ്. നിന്റെ ഭർത്താവിന് പോരായ്മകൾ ഒരുപാടുണ്ടെന്നറിയാം. അത് വെച്ച് നീ അവന്റെ മനസ്സിനകത്ത് ഇടം നേടി. ഒരേ സമയത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്നു നടിച്ചോണ്ട് കാമുകനോടൊപ്പം ചുറ്റിത്തിരിയാ നീ ഇപ്പോ. കാമുകനോ? പിന്നെ അല്ലാതെ ഈ ക്യാബിനിൽ നിന്ന് പോയവൻ കാമുകനല്ലെങ്കിൽ പിന്നെ ആരടി? ഞാൻ എന്ത് സഹിക്കും? പക്ഷെ എന്റെ കണ്ണേട്ടനെ മറന്നുകൊണ്ട് എന്റെ മനസ്സിനകത്ത് മറ്റൊരാളാണെന്ന് പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓഹോ, സഹിക്കാൻ പറ്റാതായ നീ എന്ത് ചെയ്യും? എന്നെ അങ്ങ് കൊല്ലുവോ? കൊല്ലോടി? എന്നാ കൊല്ലടി. ഓ, വിളിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ്. ആ, എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് സംസാരിക്കാം. ഇവിടെ ഒന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അവളുടെ അച്ഛനാ ഞാൻ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എടാ, അല്ലെങ്കിലും ഞാൻ വരും. നിന്നെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ നിന്റെ ക്യാബിനിലോട്ട് കയറിയപ്പോ തന്നെ അവൻ അവന്റെ ക്യാമറയിലൂടെ അത് കണ്ടു. എന്റെ വീട്ടിൽ തളയ്ക്കപ്പെട്ടവള് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ലേ? വാലില് കുത്തി പൊളയാൻ. ഞാൻ എന്റെ അമ്മയെ പകർത്തുന്ന കൂട്ടത്തിലാ. ഓ, എവിടെയും തല താഴ്ത്തി നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനൊരു പരിധിയുണ്ടല്ലോ. വയ്യാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാൻ വിട്ടിട്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കി അച്ഛനും മുത്തശ്ശിയൊക്കെ. ഇന്ന് ഞാൻ തേടി നടന്ന ആളെ തന്നെയാ ഭഗവാൻ എന്റെ മുന്നിൽ എത്തിച്ചത്. അപ്പൊ നിനക്കവരെ നേരത്തെ അറിയായിരുന്നോ? അറിയായിരുന്നു. എങ്ങനെ? അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അറിയായിരുന്നു. അത്രമാത്രം അച്ഛനിപ്പൊ മനസ്സിലാക്കിയാ മതി. നിനക്കെന്താ ഇതുപോലൊരുത്തനെ കിട്ടുമെന്ന് സ്വപ്ന ദർശനം ഉണ്ടായോ? എത്ര കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞത്. ശരിയാ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ടായിരുന്നു വീൽ ചെയറിലിരിക്കുന്ന കണ്ണേട്ടനെ. അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നതും സ്വപ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ സ്വപ്നമായിട്ട് അവശേഷിക്കാണ്ടിരുന്നാ കൊള്ളാം. ഇതൊരു ഓഫീസാണ്. ഇവിടേക്ക് വരുമ്പോ ആദ്യം റിസപ്ഷനിൽ ഇരിക്കണം. അത് കഴിഞ്ഞ് അനുവാദം ചോദിച്ചിട്ടേ ആരായാലും കാണേണ്ടവരെ കാണാൻ പാടുള്ളൂ. അയ്യോ, അതറിയത്തില്ലായിരുന്നു കേട്ടോ. അതറിയാത്തതുകൊണ്ടാ പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് മഹാലക്ഷ്മിയുടെ അച്ഛനായതുകൊണ്ട് മാത്രമാ നിങ്ങൾ അകത്തേക്ക് അടുത്ത് വിട്ടത്. ഇനി അതുണ്ടാവില്ല. പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും. അതായത് ലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ എനിക്ക് പോലും അവളെ കാണണമെങ്കിൽ അനുവാദം ചോദിക്കണം, അങ്ങനല്ലേ? ചോദിക്കണം. ഓ, രണ്ടാനച്ഛൻ മകളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അയാൾ അച്ഛാന്ന് വിളിക്കുന്ന പരിഗണന വെച്ചിട്ടാ അകത്തോട്ട് കടത്തിവിടാൻ ഞാൻ പറഞ്ഞത്. എന്നാ ഇനി അത് പറ്റില്ല. എന്നാ കേട്ടോടാ പുല്ലേ, നിന്റെ ഈ ഉണക്ക ഓഫീസിലേക്ക് അവസാനമായിട്ടാ ഞാൻ കയറി വരുന്നത്. എന്റെ മോള് പിണങ്ങി പിരിഞ്ഞ് വീട്ടിലാടാ. നിന്റെയും എന്റെ വീട്ടിൽ അടിമയായിരുന്ന ഒരുത്തിയുടെയും പ്രകടനം കാരണം എന്റെ മോളുടെ താലി പൊട്ടിച്ചെറിയേണ്ട അവസരടാ ഇപ്പൊ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നേ. അതിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും പങ്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മയോ? കരുണ അഹങ്കാരിയായിട്ട് വളർത്തിയത്
നിങ്ങൾ രണ്ടാളും കൂടിയാ. ഓ, എന്റെ മോള് അഹങ്കാരി, നിന്റെ ഭാര്യ സൽസ്വഭാവി. ഓ, അതെനിക്ക് തിരുത്തേണ്ട കാര്യമൊന്നുമില്ല. അമ്മ വളർത്തിയ മഹാലക്ഷ്മി 100% പെൺകുട്ടി ജീവിക്കേണ്ട രീതിയിലാ ജീവിക്കുന്നത്. ഡാ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത നിനക്ക് അവളെ പോലൊരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യമാടാ. ഈ ജന്മം കല്യാണം മറന്നു നടന്ന നിന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നതേ നിന്നെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാടാ, ലോട്ടറി.